ഇപ്പോഴും പപ്പ പറഞ്ഞ് കളിയാക്കും, പാസ്പോർട്ടോ വിസയോ കയ്യിലില്ലാതെ അമേരിക്കയ്ക്ക് പോകാൻ ഇറങ്ങിയത് നീ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ മെറിറ്റിൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളായി. എന്റെ കോൺഫിഡൻസ് എല്ലാം തകിടം മറിച്ചുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം റിജക്ഷൻ കിട്ടി. പിറ്റേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായിട്ട് കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ ചെന്നൈ കോൺസുലേറ്റിൽ ഇന്റർവ്യൂവിന് പോയ അന്ന് മുതൽ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ, കാശുരൂപം പിടിച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലും എനിക്ക് തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എന്നോട് ഉള്ളിൽ ആരോ പറയുകയാണ്, നീ ബൈബിൾ എടുത്ത് വായിക്കും, എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാതാവ് US പ്രസിഡന്റ് ത്രൂ എന്റെ കാര്യങ്ങൾ റെഡിയാക്കി തന്നു. ഒന്നിന് പകരം ഒരു ക്യാമ്പസ് ജോലി കിട്ടുന്നതിന് പകരം 3, 4 ജോലിയൊക്കെ നൽകി മാതാവ് ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാം, എല്ലാവരോടും ഉടമ്പടി എടുക്കുന്നവരോടും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരോരും ഒരിക്കലും മടി വിചാരിക്കേണ്ട, പ്രത്യേകിച്ച് യൂത്തിനോട്. ഒരു കൃപാസനം നമുക്കുള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ കോൺഫിഡൻ്റ്ലി ഇവിടെ നിന്ന് പറയാം, ലൈക്ക് ഒരിക്കലും കൈവിടില്ല, ചേർത്ത് പിടിക്കും.